ഈ പറഞ്ഞ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ എല്ലാ രീതിയിലും വീണ സഹകരിച്ചിട്ടുണ്ട്. അത് ഏത് അന്വേഷണത്തോടും സാധാരണഗതിയിൽ നമ്മൾക്ക് സ്വീകരിക്കേണ്ട നിലപാടാണ്. അത് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ വിവരങ്ങൾ നൽകുന്നതിനും വീണയുടെ ഭാഗത്തുനിന്ന് യാതൊരു മടിയും ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നത്. അത് മാമൻ മാത്യു മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് മാമൻ മാത്യുവിൻ്റെ പേര് ഞാൻ പറയുന്നത്. മാമൻ മാത്യു എൻ്റെ അടുത്ത സുഹൃത്താണ്, അല്ലാത്തതുകൊണ്ടല്ല. അയാളും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമോ ഒരു ഹവാല ഏർപ്പാടിന് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവറുണ്ട് ആക്കാം എന്ന് ധരിക്കണ്ട. അതുമാത്രമേ മാമൻ മാത്യുയോടും മലയാള മനോരമയോടും എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ആ മനുഷ്യവേട്ട തുടരുകയാണ്. കെട്ടിപ്പൊക്കിയ ആരോപണങ്ങൾ ഒന്നൊന്നായി തകർന്നടിഞ്ഞ് ഉച്ചിയിൽ പതിച്ചിട്ടും വലതുപക്ഷവും അവരുടെ നുണപ്രചാരക സംഘങ്ങളും ഒത്താശ കമ്മിറ്റിയും അപവാദ പ്രചാരണങ്ങൾ നിർലജ്ജം തുടരുകയാണ്. മാസപ്പടി എന്നതിപ്പോൾ വിട്ടു. പുതിയ തിരക്കഥ ഹവാലയാണ്. നിങ്ങളറിയുക നാട്ടാരെ, ഹവാല പണം കുഴൽപ്പണമാണ്. അത് ബാങ്ക് വഴി അയച്ചു അത്രേ. ബാങ്ക് വഴി അയച്ചാൽ എങ്ങനെ കുഴൽപ്പണമാകും? ഒരാൾക്ക് നിക്ഷേപമുള്ള കമ്പനിയിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് ബാങ്ക് വഴി അയച്ചാൽ എങ്ങനെ അനധികൃത ഇടപാടാകും? എന്തൊക്കെ മോടത്തരമാണ് ഇഡിയും കൂടെയുള്ള മാധ്യമങ്ങളും പടച്ചുവിടുന്നത്. ഇനി ഒരു കമ്പനിക്ക് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലെങ്കിൽ അതെടുപ്പിക്കുകയാണോ ഇഡിയുടെ പണി? കാര്യങ്ങളെല്ലാവർക്കും തിരിയുന്നു. 6 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന പിണറായി എന്ന സംശുദ്ധമായ പൊതുജീവിതത്തെ കളങ്കപ്പെടുത്താൻ വലതുപക്ഷവും വാലാട്ടി മാധ്യമങ്ങളും ചിലവഴിച്ച ഊർജം ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിലവഴിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു മനുഷ്യജീവിതം ഈ നാട്ടിൽ സാധ്യമാകുമായിരുന്നു. വിപ്ലവ ബഹുജന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതോടൊപ്പം ഈ നാടിൻ്റെ വികസനം സാധ്യമാക്കുന്നതിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമായി അക്ഷീണം പ്രവർത്തിച്ച ഒരു മനുഷ്യനെ തൊടാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുടുംബാംഗങ്ങളെ കുടുക്കി പ്രതികാരം തീർക്കാൻ കുപ്രസിദ്ധമായ ഒരു അന്വേഷണ ഏജൻസിയെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ് വർഗീയ ശക്തികളും രാക്ഷസ വലതുപക്ഷവും. 1,00,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ഒരു സർക്കാരിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നിയമാനുസൃതമായി നികുതി അടച്ച് നൽകിയ കൺസൾട്ടൻസി ഫീസിനെ കോഴപ്പണമായി വ്യാഖ്യാനിക്കത്തക്ക വിധം ഗതികെട്ട അന്വേഷണ സംവിധാനങ്ങളെയും അത് ഏറ്റുപിടിക്കുന്ന നുണരമ മാധ്യമങ്ങളെയും കോമാളിക്കൂട്ടങ്ങളായി ഉറപ്പായും ചരിത്രം വിലയിരുത്തും. ഭരണകൂടത്തിൻ്റെ ദുഷ്ട താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളക്കഥകൾ മെനയുന്ന ഇഡി ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നതെന്ന് ഓർക്കുന്നത് അവർക്കും ഈ നാടിനും നല്ലതാണ്. അതായത് നിങ്ങൾ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരാണ്. ഭരിക്കുന്ന പാർട്ടികളുടെ ഗുണ്ടാപ്പണി ഏറ്റെടുക്കേണ്ടവരല്ല ഇഡി എന്ന് അതിലെ ഉദ്യോഗസ്ഥർ തന്നെ ആദ്യം മനസ്സിലാക്കണം. സ്ഥിരം ഒത്താശ കമ്മിറ്റി അണിനിരത്തി കുപ്രസിദ്ധമായ അന്വേഷണ ഏജൻസിക്ക് വിടുപണി ചെയ്യുന്ന ഞങ്ങളുടെ സഹജീവികളെ പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കാൻ ആൾക്കൂട്ടം ഇരമ്പിയെത്തുന്ന കാലവും വിദൂരമല്ല. ആ കൈകൾ ശുദ്ധമാണെന്ന് ആ മനുഷ്യൻ പറഞ്ഞാൽ കേരളം അത് വിശ്വസിക്കും. അപവാദങ്ങളുടെയും പെരുനുണങ്ങളുടെയും കുത്തൊഴുക്കിനെ കരളുറപ്പോടെ മുറിച്ചു കടന്ന മറിഞ്ഞ് അപ്പുറത്തേക്ക് കടന്ന മനുഷ്യനെ, പിണറായി വിജയനെ ഈ നാടിന് വിശ്വാസമാണ്. ഈ നാടിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ചരിത്രം അപവാദ പ്രചാരകർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. നുണക്കോട്ടകളെ നാട് തന്നെ പൊളിച്ചെടുക്കും. നമുക്ക് ചർച്ച തുടരാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, CPIM, M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകൻ രതീഷ് ചക്രപാണി. ആദ്യം CPIM നേതാവ് ശ്രീ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാറിലേക്ക്. ഡി സുരേഷ് കുമാർ, ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നിരവധി വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും നമ്മൾ കണ്ടതാണ്. കൊണ്ടുവന്ന കഥകളെല്ലാം പൊളിഞ്ഞു വീഴുന്ന ഘട്ടത്തിൽ പുതിയ ഹവാലയുമായി എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ ഈ കേസിനെ സംബന്ധിച്ച്, ഇഡിയെ സംബന്ധിച്ച്, ഇഡി ഉയർത്തുന്ന വാദങ്ങളെ സംബന്ധിച്ച്, അത് ഏറ്റുപിടിക്കുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ? നോക്കൂ, ഏറ്റുപിടിക്കുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇഡിയുടെ നാളിതുവരെയുള്ള
ചരിത്രവും അവർ അന്വേഷിച്ച കേസുകളെ സംബന്ധിച്ചുള്ള റിസൾട്ടും ഒക്കെ തന്നെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. രാഷ്ട്രീയമായിട്ടുള്ള വൈരാഗ്യം വെച്ച് ഇന്ത്യയിൽ ഒട്ടനവധി കേസുകൾ BJPയുടെ ചട്ടുകമായി പ്രവർത്തിച്ച് ED ഒട്ടേറെ കാര്യങ്ങൾ ഈ രാജ്യത്ത് ചെയ്തിട്ടുണ്ട്. അതിലേറെയും ഇപ്പോൾ 95% ഈ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കന്മാരെയാണ്. തിരഞ്ഞെടുത്ത സർക്കാരുകളെ അട്ടിമറിക്കുന്നതിനോ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിനോ ആളുകളെ BJPയിലേക്ക് ചേർക്കുന്നതിനോ ഒരു പൊളിറ്റിക്കൽ ടൂളായി പല ഘട്ടങ്ങളിലും ED പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഈ കേസിൻ്റെ തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പാടെ വ്യതിചലിച്ചുകൊണ്ട് ഇപ്പോൾ ഹവാല പണം എന്ന നിലയിലേക്ക് സമൂഹത്തെയാകെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സംസ്ഥാനം വളരെ മെച്ചപ്പെട്ട നിലയിൽ ഭരിച്ചിരുന്ന 10 വർഷക്കാലം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഷ്ട്രീയ നേതാവ് ഒരു കാരണവശാലും BJPയുടെ മുന്നിൽ അടിയറ വയ്ക്കാനുള്ള മനസ്സുമായിട്ടല്ല നിലകൊള്ളുന്നത് എന്ന നിശ്ചയദാർഢ്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് ഏത് വിധേനയും അദ്ദേഹത്തെ തകർക്കുക എന്നുള്ളത് EDയും അവരെ നിയന്ത്രിക്കുന്ന BJPയും ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വേട്ടയാടുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലമായി തുടങ്ങി വെച്ചത് ഇപ്പോൾ ഏകദേശം അതൊരു സമൂഹ മധ്യത്തിൽ അവർ തന്നെ ഒരു പത്രപ്രസ്താവന, ഒരുപക്ഷെ EDയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ രൂപത്തിൽ ഈ കേസിൻ്റെ യാതൊരു വിധത്തിലുള്ള മുന്നോട്ടുള്ള പ്രയാണവും ഒരു നിലയിലേക്കും എത്തി നിൽക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ അവർ തന്നെ ഒരു പത്രപ്രസ്താവന ഇറക്കി മാധ്യമങ്ങൾക്ക് കൊടുത്ത് അതിനെ വാർത്തയാക്കി കേരളത്തിൻ്റെയും ഇന്ത്യയിലെയും പൊതുസമൂഹത്തെ, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ മുന്നിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായിട്ടുള്ളൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇത് ജനാധിപത്യ ഇന്ത്യക്ക് നാണക്കേടാണ്. ഇവിടെ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളും, ഒരുപക്ഷെ കോൺഗ്രസിനൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അവരുടെ മുഖ്യ ശത്രു CPM ആണ്. അതൊന്നും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. പക്ഷേ തങ്ങൾക്കെതിരെ വരുന്ന EDയെ അങ്ങേയറ്റം വെറുക്കുകയും അതിനെതിരായി ശരിയായിട്ടുള്ള വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും വലിയ ആക്രമ സമരങ്ങൾ ബാംഗ്ലൂരിലടക്കം നടത്തുകയും ചെയ്ത കോൺഗ്രസ് കേരളത്തിലേക്ക് CPMൻ്റെ നേതാക്കന്മാരെ അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുമായി ബന്ധപ്പെട്ട കള്ളക്കേസുകളുടെ കാര്യങ്ങളുമായി പറഞ്ഞു വരുമ്പോൾ അവർക്ക് പച്ച പരവതാനി EDക്ക് വേണ്ടി വിരിക്കുന്ന നേതാക്കന്മാരായി കോൺഗ്രസ് നേതാക്കന്മാർ തരം താഴുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നേതാക്കന്മാരുടെ പ്രസ്താവനകളെ ഏറ്റുപിടിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ കൂടുതൽ ആക്രമിക്കുന്നതിന് വേണ്ടി ഈ മാർഗം കൂടുതലായി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ദയനീയമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അത് പിണറായി വിരോധവും CPM വിരോധവും തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായി പോയ ചില മാധ്യമപ്രവർത്തകർ പോലും, ഞാൻ സത്യത്തിൽ എനിക്ക് ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ അധികം വിഷമമുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളും അവതരണ ശൈലിയും കണ്ടിട്ട് പറയുകയാണ്, അവർക്ക് പോലും ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അറിയില്ല. നിങ്ങൾ നോക്കൂ, സോണിയാഗാന്ധിയെ ഇത് മണിക്കൂറുകൾ ചോദ്യം ചെയ്തത് ED ചെയ്ത ഏറ്റവും വലിയ പാതകമായി ഇപ്പോഴും പ്രസംഗിച്ച് നടക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ, രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് വേട്ടയാടലാണ് എന്ന് വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ, പിണറായിയോടും പിണറായിയുടെ മകളോടുമൊക്കെ കാണിക്കുന്ന ഇത്തരം വിരോധാഭാസങ്ങളെ അന്ധമായി അവരെ അനുകൂലിക്കുന്ന സമീപനം സ്വീകരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ മധ്യത്തിൽ വന്നു നിന്ന് പ്രസംഗിക്കാൻ, അതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ യാതൊരുവിധ മടിയും കാണിക്കാത്തവരായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മാറുന്നു എന്നുള്ളതാണ് നാം കാണുന്ന ഏറ്റവും ദയനീയമായ കാഴ്ച. ഇവിടെ ബേപ്പൂർ MLA ആയിട്ടുള്ള സഖാവ് മുഹമ്മദ് റിയാസിനെ ഇതുമായി കണക്ട് ചെയ്യാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ പത്നിയാണ് എന്ന അവർ തമ്മിൽ എന്തോ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിചിത്രമായ വാദഗതികൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ഈ കേസിൽ വലിച്ചിഴക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള പരിശ്രമം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഏതാനും ചില ആളുകൾ സ്വാഭാവികമായും CPMൻ്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ ആണ്. അവരെയൊക്കെ തന്നെ ചുറ്റിക്കെട്ടി ഒരു വലിയ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ പരിശ്രമം നടത്തുന്നു. സ്വാഭാവികമായും CPM അഭിപ്രായം പറഞ്ഞില്ല എങ്കിൽ CPMന് മിണ്ടാട്ടമില്ല എന്ന തലക്കെട്ട് വരുന്നു. CPM അഭിപ്രായം പറഞ്ഞാൽ CPM അകാരണമായി കേസ് ഏറ്റെടുക്കുന്നു എന്ന തലക്കെട്ടോടുകൂടി വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ഈ രൂപത്തിൽ ദ്വന്ദ്മുഖ ആക്രമണം CPMനെതിരായി നടത്താൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായ പരിശ്രമമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ, ഏതാനും ചില വലതുപക്ഷ മാധ്യമങ്ങൾ, ചില രാഷ്ട്രീയ
ഗൂഢാലോചനയുടെ ഭാഗമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, കേരളത്തിൽ ഏതെല്ലാം കേസുകൾ ED അന്വേഷിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകളെ സംബന്ധിച്ച് ED ഏറ്റെടുത്ത ചില കേസുകളുണ്ട്. ഇപ്പോൾ കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള പല കേസുകളും, ആ കേസുകളിലൊക്കെ തന്നെ ഇതിനേക്കാൾ കോടാനുകോടി രൂപയുടെ, ഇത് കേവലമായിട്ടുള്ള തുച്ഛമായ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളുകൾക്കറിയാം, അതുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഒരു തുച്ഛമായ തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഈ തുകയുമായി ബന്ധപ്പെട്ട കേസിനെ ഇത്രയും എക്സാഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടകര കുഴൽപ്പണം കേസ് പോലുള്ള വലിയ വലിയ കേസുകൾ ഇവിടെ ഒന്നുമാകാതെ, അതിൻ്റെ അർത്ഥം എന്താണ്? രാഷ്ട്രീയമായി പ്രതിയോഗികളെ ആക്രമിക്കുന്നതിന് വേണ്ടി ED ഒരു ഉപാധിയായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഇതിവിടെ മാത്രമല്ല, കച്ചവടക്കാരായി BJP-യാൽ സംരക്ഷിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്ന കവചമായി ED മാറുന്നു. ഇങ്ങനെ പല രൂപത്തിൽ ED-യുടെ വിശ്വാസ്യത തകരുന്ന നിലയിലുള്ള ഇടപെടലാണ് ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ കുറച്ച് കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും തന്നെ ഒരു പ്രസ്ഥാനത്തെ, ഒരു മഹാപ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെയും അതിൻ്റെ തീക്ഷ്ണമായ സമര ഏടുകളെയും സംബന്ധിച്ചത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു ചരിത്രവും പശ്ചാത്തലവുമുള്ളൊരു പ്രസ്ഥാനത്തെ അങ്ങനെയൊന്നും മോശപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും രതീഷ് ചക്രപാണി, ആദ്യം ഇത് മാസപ്പടി കേസായിരുന്നു, പിന്നീട് GST അടച്ചിട്ടില്ല എന്ന് പറയുന്നു, പിന്നീട് അങ്ങനെ ഓരോ ഘട്ടത്തിലും പല വിധത്തിലും മാറിയും മറിഞ്ഞും കാര്യങ്ങളെ വിശദീകരിച്ചു, പിന്നീട് റെയ്ഡായി, അതിനുശേഷം പല വിധത്തിലും ഇത്തരത്തിൽ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. ഇതിൻ്റെയൊക്കെ സോഴ്സ് ഒരു പക്ഷേ ED ആണ് എന്ന് തന്നെ സംശയിക്കുന്ന തരത്തിലേക്ക് പല ഘട്ടങ്ങളുമുണ്ട്, ഏറ്റവും ഒടുവിൽ ഇറക്കുന്ന വാർത്താക്കുറിപ്പടക്കം. ഇനി ഇപ്പോൾ ഇത് ഹവാല കേസാണ്. എന്തൊക്കെയാണ് ഈ കേസിൽ പ്രധാനമായും നാം പ്രഥമ ദൃഷ്ട്യാ കാണേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ പുതിയ വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലം? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിംഷാദെ, ഇതിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ പത്രക്കുറിപ്പ് ഇറക്കിയ ദിവസം നമ്മൾ തമ്മിൽ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മാധ്യമത്തിനൊക്കെ തന്നെ CPM-നെ വേട്ടയാടാൻ വേണ്ടി എറിഞ്ഞിട്ട് കൊടുത്ത ഒരു എല്ലിൻ കഷ്ണമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇത് സാധാരണമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഖാവ് കൂടി പറഞ്ഞിരുന്നു ഇത് ഞാൻ പറഞ്ഞ അതേ കാര്യം. അതായത് ഈ പറയുന്ന ഡോട്ടർ ഓഫ് ശ്രീ P. വിജയൻ എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും എക്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളം എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ വെച്ച് നിർത്തിയത് മോശമായി പോയി എന്നാണ് എനിക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോട് പറയാനുള്ളത്. ഇനിയും ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒപ്പോസിഷൻ ലീഡർ ഓഫ് കേരള സ്റ്റേറ്റ് അസംബ്ലി എന്നും പിന്നെ ഈ പറയുന്ന പോലെ ദേഹത്ത് ഇന്ന ഭാഗത്ത് മറുകുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ആളെ കൃത്യമായി തിരിച്ചറിയാനുള്ള ഒരു വഴിയൊരുക്കേണ്ടതായിരുന്നു. ഇനി ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പാരഗ്രാഫിലേക്ക് വന്നാൽ എന്താ? എവിഡൻസസ് റിലേറ്റിംഗ് ടു ദ ട്രാൻസ്ഫർ ഓഫ് മണി യൂസിങ് ഹവാല ചാനൽസ് ആർ ഫൗണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അസന്നിഗ്ധമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന അതായത് എവിഡൻസ്, തെളിവ് കിട്ടിയിരിക്കുന്നു എന്നാണ്. ഏത് ഹവാല ഇതിന് വേണ്ടിയിട്ട്. എങ്കിൽ പിന്നെ അറസ്റ്റ് നടക്കണ്ടേ, ഈ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകണ്ടേ? അതൊന്നും പോയിട്ടില്ല. അടുത്ത വാചകമുണ്ടാ, വീണ വാസ് ഹാൻഡ്ലിംഗ് ബിയോണ്ട് ദ നോൺ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ വീണ ഈ പറയുന്ന നോൺ സോഴ്സ് ഓഫ് ഇൻകം, അവരുടെ അറിയപ്പെടുന്ന സോഴ്സുകളിൽ നിന്നുള്ള ഇൻകത്തേക്കാൾ കൂടുതൽ പണം അവർ കൃത്യമായി ഡീല് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു വാർത്താക്കുറിപ്പിൽ വെറുതെ അങ്ങോട്ട് യാതൊരു വിധ തെളിവുകളില്ലാതെ അതിന്മേൽ നടപടിയൊന്നും എടുക്കാതെ അങ്ങോട്ട് പറഞ്ഞേക്കാണ്. ഇനി പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം എന്താണെന്ന് താങ്കൾക്കറിയോ? ഈ മാധ്യമങ്ങൾ നടത്തുന്ന ഒരു പ്രചരണം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തക, ഇപ്പോൾ സുരേഷ് ഇവിടെ നിന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു മാധ്യമപ്രവർത്തക മറ്റൊരു മാധ്യമത്തിലിരുന്ന് ചോദിക്കുകയാണ്, ഇപ്പം പിണറായി വിജയനെ വേട്ടയാടേണ്ട എന്ത് ആവശ്യമാണുള്ളത്? കാരണം എന്താ വെച്ചാൽ ഇപ്പം പെട്ടെന്ന് തെരഞ്ഞെടുപ്പൊന്നുമില്ലല്ലോ, അപ്പം തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുമില്ലല്ലോ, പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എങ്ങനെ വേട്ടയാടുമെന്നാണ്. എന്തൊരു അസംബന്ധമായ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കണം. അടുത്ത 5 കൊല്ലത്തിനിടക്ക് CPM എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി കൂടി തകർക്കാനും അതുവഴി അവർ പ്രതീക്ഷിക്കുന്നത്രയും വോട്ടുകൾ CPM-ൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനും വേണ്ടി ഒരു രാഷ്ട്രീയ ചട്ടുകമായി ഇത് ഉപയോഗിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, വെസ്റ്റ് ബംഗാളിൽ, ഒഡീഷയിൽ, അതുപോലെ തന്നെ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയെ തകർത്തത്, ഇതെല്ലാം തന്നെ ഇങ്ങനെയാണ്. അതിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI ആണെങ്കിൽ CBI, ഇത്തരത്തിൽ പല ഏജൻസികളെ ഉപയോഗിക്കുകയാണ്.
പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ CBIയെയോ ഇൻകം ടാക്സിനെയോ ഒന്നും ഉപയോഗിച്ചുകൊണ്ട് CPMൻ്റെ ഒരു നേതാവിനെ വേട്ടയാടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിച്ച് കണ്ടെത്തിയ ഒരു മാർഗമെന്ന് പറയുന്നത് 182 കോടി രൂപയിൽ ബാക്കി 2.25 കോടി രൂപയുടെ കണക്ക് ഞങ്ങൾക്ക് കിട്ടിയാൽ മതി, ബാക്കി 179 കോടിയും പോട്ടെ എന്ന് വിചാരിച്ച് വിശാലമായ ഒരു അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 7 തവണ വീണയുടെ പേര് പരാമർശിക്കുന്ന ഒരു പത്രക്കുറിപ്പ് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. അതിൽ തന്നെ ദുസ്സൂചനകളോടുകൂടി 9 സ്ഥലത്ത് റെയ്ഡ് നടത്തി. പക്ഷേ ഇതിൽ എവിടെയാണെന്നറിയാതെ വീണയെ കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ദുസ്സൂചനകളോടുകൂടി കൃത്യമായിട്ടൊരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായി ED പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ CPMന് പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CPM യഥാർത്ഥത്തിൽ വിചാരിക്കുന്ന ഒരു കാര്യം, വീണയല്ലേ പാർട്ടി സഖാവൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ മകളാണെന്നല്ലേ ഉള്ളൂ, അപ്പോൾ അവരുടെ കാര്യം വ്യക്തിപരമായി അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഇവർ പറയും ഓക്കെ CPMന് മറുപടിയില്ല, ഇതാ CPM മിണ്ടാതിരിക്കുന്നു, CPM എന്തുകൊണ്ടാണ് വാ തുറക്കാത്തത് എന്ന് ചോദിക്കും. ഇനി നേരെ തിരിച്ച് വീണയെ ന്യായീകരിക്കാനോ അതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഏതെങ്കിലും CPMകാരൻ വന്നാൽ ഉടനെ തന്നെ ഇപ്പം നമ്മുടെ ചാനലിലെ ഇപ്പം അജീം ഷാദ് ചോദിക്കില്ല, ബാക്കിയുള്ള എല്ലാ ചാനലുകളിലെ ആങ്കർമാർ ചോദിക്കാവുന്ന അടുത്ത ഒരു നയം എന്ന് പറയുന്നത് നിങ്ങളുടെ സഖാവല്ലല്ലോ, നിങ്ങളുടെ പാർട്ടിക്കാരാണോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ന്യായീകരിക്കുന്നതെന്ന് ചോദിക്കും. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ഇരട്ട മുഖമുള്ള വാളുമായി അവർ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ മറ്റൊരു ചാനലിലിരുന്ന്, ഞാൻ പേര് പറയുന്നില്ല, പണ്ട് CPMൻ്റെ ഒക്കെ സഹയാത്രികനായിരുന്ന ഒരാൾ തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് അവരൊരു നരേറ്റീവ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ആ നരേറ്റീവ് എന്താണെന്നറിയുമോ ജിഷ്ണാബേ? 20.5 കോടിയും 22 കോടിയും ഒക്കെ എങ്ങനെയാണ് നിസ്സാര തുകയായി പിണറായി വിജയന് മാറിയതെന്നാണ്. ആങ്കർ ചോദിക്കുന്നില്ല, ആരും ഇടപെടുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിന് തൊട്ട് മുമ്പ് ജയചന്ദ്രൻ സാർ ഇരുന്നിട്ടുള്ള ഒരു ചർച്ചയിലാണ് യഥാർത്ഥത്തിലുള്ള സംഭവം എന്താ. പിണറായി വിജയൻ പറഞ്ഞത് അവർക്ക് വലിയ സ്വത്തൊന്നുമില്ലെന്നും ഈ പറയുന്ന 10 ലക്ഷം രൂപയുടെയും അതുപോലെയുള്ള ഇടപാടുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതിനെ 22 കോടി രൂപയുമായി കണക്ട് ചെയ്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർക്ക് 22 കോടി രൂപ ചെറുതായോ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം മാത്രം കേൾക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഇതിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ പിണറായി വിജയൻ പറഞ്ഞു എന്ന് ചിന്തിക്കും. ഇപ്പം നമ്മളെപ്പോലെയുള്ള കുറേ ആളുകൾ ഈ വാർത്താ സമ്മേളനങ്ങളൊക്കെ മുഴുവനായി കേൾക്കും. പക്ഷെ മുഴുവനായും കേൾക്കാത്തവരുടെ പുറത്തേക്ക് മാസപ്പടി വേർഡ് കോയിൻ ചെയ്ത പോലെ ഈ പറയുന്ന കടക്കുപുറത്ത് കോയിൻ ചെയ്ത പോലെ കൃത്യമായി 20.5 കോടി രൂപ പിണറായി വിജയന് കുറഞ്ഞ എമൗണ്ടായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാക്കാനുള്ള നരേറ്റീവ് ബിൽഡ് ചെയ്യാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് സോഷ്യൽ മീഡിയയുടെ ശക്തി CPM തിരിച്ചറിയുകയും അവിടെ വളരെ സ്ട്രോങ് ആയി ഇടപെടുകയും ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം, ചെയ്താൽ ഉള്ള ഗുണം എന്താണെന്ന് മനസ്സിലായല്ലോ. BJPയെ പോലും തകർത്തെറിയാൻ കഴിയുന്ന ഒരു ശക്തിയായി CJP എങ്ങനെയാണ് മാറിയെന്ന് കണ്ടു. അവരുടെ റൈറ്റ് വിങ് മീഡിയകൾക്കും അവർ വിലക്കെടുത്ത മീഡിയകൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതാകുന്ന കാലം കണ്ടു. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലേക്ക് കൃത്യമായി സോഷ്യൽ മീഡിയയും അതിൻ്റെ പാർട്ടി സഖാക്കളും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഈ സത്യം ജനങ്ങൾ അറിയും, നുണക്കഥകൾ പൊളിഞ്ഞു പോകും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡോക്ടർ സിസ സോമത്തിൻ്റെ കഥകൾ പൊളിഞ്ഞതുപോലെ അത് ചെയ്തില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇരുതല മൂർച്ചയുള്ള ഒരു ഉപകരണമായി ഇവരെന്ത് ചെയ്യും? ഇതിനെ അങ്ങോട്ട് ഉപയോഗിക്കും. ഒരു സംശയവും വേണ്ട. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. വീണ വിജയനാണെങ്കിലും മുഹമ്മദ് റിയാസ് ആണെങ്കിലും വ്യക്തിപരമായി അവരെ അല്ല ടാർഗറ്റ് CPM ആണ്. അതുകൊണ്ട് CPM ഒരിക്കലും അറച്ചു നിൽക്കാതെ കൃത്യമായി ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങണം. അതിൽ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് ജനങ്ങളോട് പറയണം. ആ പറഞ്ഞാൽ മാത്രമേ ഇത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പം തന്നെ അജീം ഷാദ് ഈ ഇതിൻ്റെ ഇൻട്രോയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പഞ്ചായത്തിൽ ലൈസൻസിന് അപേക്ഷിച്ചു, ലൈസൻസ് കിട്ടിയില്ല. ഉടനെ തന്നെ ഒരു പ്രചാരണം വരികയാണ്, ഇതാ കള്ളത്തരം, ഷെൽ കമ്പനി. യഥാർത്ഥത്തിൽ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. 10 ലക്ഷം രൂപ കൊടുക്കുന്ന പല കമ്പനികളും ഞാൻ ഈ എറണാകുളത്തും അതുപോലെ കോഴിക്കോട് തിരുവനന്തപുരത്തൊക്കെ ഞാനൊരു 50 കമ്പനി കാണിച്ചു തരാം. വല്ലപ്പോഴും തുറക്കുകയും വല്ലപ്പോഴും അടക്കുകയും ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? അത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളാണ്. ആ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഇടക്ക് തുറന്ന് അവർ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും അത് കഴിഞ്ഞിട്ട് അത് അടച്ചിടുകയും ചെയ്യും. കാരണം അത്രേ പണിയുള്ളൂ അവിടെ. അതല്ലാതെ ഇതൊന്നും മനസ്സിലാക്കാതെ അത് വല്ലപ്പോഴും തുറക്കുന്ന, വല്ലപ്പോഴും അടക്കുന്ന, അവിടെ ആളുകളൊക്കെ വല്ലപ്പോഴും വന്നിട്ട് പോകുന്ന, പ്ലസ് ഈ പറയുന്ന പോലെ ഒരു പഞ്ചായത്തിലെ ലൈസൻസ് കിട്ടാത്ത വളരെ ഡൂബിയസ്
ഡേഞ്ചറസ് ആയിട്ടുള്ള വളരെ ഈ പറഞ്ഞ പോലെ ദുരൂഹമായിട്ടുള്ള ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാണ്. യഥാർത്ഥത്തിൽ ഒരു ഷെൽ കമ്പനി ആകണമെങ്കിൽ ആ ഷെൽ കമ്പനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലുമല്ല എന്നുള്ളത് ഇവിടുത്തെ പൊതുജനം മനസ്സിലാക്കണം. ഈ പൊതുജനങ്ങളുടെ സാധാരണക്കാരൻ്റെ അറിവില്ലായ്മകളെയും ഇതൊക്കെ എന്തോ വലിയ കാര്യമാണ് എന്ന് പറയുന്ന തെറ്റിദ്ധാരണകളെയും ഒക്കെ തന്നെ മുതലെടുക്കാൻ വേണ്ടി മനോരമ ഈ പറഞ്ഞ പോലെ പല പത്രങ്ങളും പല മാധ്യമങ്ങളും തന്നെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാം, ഇതിൽ പകുതിയോളം വരുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ല. ഇപ്പോൾ ഇതിന് തൊട്ടു മുമ്പ് ഒരു ചാനലിനെതിരെ വന്ന കള്ളക്കഥ ഉണ്ടായിരുന്നല്ലോ. എന്താണ്? 126 കോടി രൂപ മോഷ്ടിച്ചു, അത് തട്ടിപ്പാണെന്ന് പറഞ്ഞു. ആരുടെ പണം മോഷ്ടിച്ചു? ഞാൻ 2-3 ചാനലുകളിരുന്ന് ഞാൻ ഈ ചോദ്യം ചോദിച്ചു. എൻ്റെ അജിംഷാദ് അവർക്ക് പോലും അറിയില്ല ഇത് ആരുടെ പണം ആര് തട്ടിയെടുത്തു എന്ന്. അതായത് പുള്ളിയുടെ പണം പുള്ളി തന്നെ തട്ടിയെടുത്തിട്ട് എന്ത് ചെയ്തു? തട്ടിപ്പ് നടത്തിയോ? അപ്പം അത്തരത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് മാധ്യമ പ്രവർത്തനമല്ല, അധമ പ്രവർത്തനമായി മാറിയിരിക്കുന്നു എന്നുള്ള ദുഃഖസത്യം നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് അവരുടെ അജണ്ടകളുണ്ട്. അവരുടെ ഈ പറയുന്നത് പോലെ ആമാശയപരമായിട്ടുള്ള പല അജണ്ടകളുമുണ്ട്. ആ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ CPM-നെ കല്ലെറിയാൻ നിൽക്കുന്നത്. ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കഴിഞ്ഞ 10 കൊല്ലം CPM ഇവിടെ ഭരിച്ചിട്ടും ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണമില്ലാത്ത, ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു കാശിൻ്റെ ഒരു 5 രൂപയുടെ പോലും അഴിമതി ആരോപണം കൃത്യമായി ഉന്നയിക്കാൻ പറ്റാത്ത ആളുകൾ എന്തൊരൊക്കെ അസംബന്ധം. 10 ലക്ഷം രൂപയുടെ ഒരു കമ്പനി തുടങ്ങുന്നത് മഹാകാര്യമാണെന്നും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാകുന്നത് വലിയ കാര്യമാണെന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലുമല്ല. പക്ഷേ ഈ പ്രചരണം നയിക്കാൻ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ യൂത്തായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാകും. ആ പ്രചരണം നയിക്കാനുള്ള ശക്തി, അതിൻ്റെ മിടുക്ക് CPM കാണിച്ചില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും തിരിച്ചടിയാകും. അതുകൊണ്ട് അതുകൂടി കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഇതിൽ ശ്രീ M. ജയചന്ദ്രൻ, ഇതിലെ മാധ്യമ ഇടപെടൽ അത് ഈ ഘട്ടത്തിലല്ല, ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ 2019 മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടതടക്കം എല്ലാ വിഷയങ്ങളിലും CPIM-മായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ കേസിലും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ ഒരു കൾമിനേഷനാണ്, ഒരു പരിണാമമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതും. മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ വിമർശിച്ചു. ഇന്ന് പ്രതിപക്ഷ നേതാവ് അക്കമിട്ട് നിരത്തി വസ്തുതകൾ നിരത്തിക്കൊണ്ട് മാധ്യമങ്ങളുടെ കള്ളത്തരങ്ങളെ പൊളിച്ചു വീഴ്ത്തിയതും. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മാധ്യമ ഇടപെടൽ അത് സുപ്രധാനമായും അടയാളപ്പെടുത്തേണ്ടത് അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, അത് ഇപ്പോഴും നിർബാധം തുടരുന്നു. ഒരു വാർത്ത സൃഷ്ടിക്കുക, പ്രകമ്പനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ മുഖത്ത് കരിവാരി തേക്കുക, പിന്നീട് അതിൻ്റെ വസ്തുത എന്താണെന്ന് പോലും തിരിച്ചു പരിശോധിക്കാതെ ജനങ്ങളുടെ മനസ്സിൽ ആ കരി മാത്രം നിർത്തിയിട്ട് കടന്നു പോവുക. ഇത് ഏറെ നാളായി ചെയ്യുന്നതാണ് മാധ്യമങ്ങൾ. അത് ഇവിടെയും തുടരുന്നു. പ്രത്യേകിച്ച് CPIM-നെതിരെ, പിണറായി വിജയനെതിരെ. നമുക്കറിയാം, വീണയ്ക്കെതിരെയോ ഒന്നുമല്ല, ഇത് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും അടക്കം CPIM-നെ ആക്രമിക്കാൻ ഒരു ആയുധമാവുകയാണ് ED. ഇവിടെ മൗനം പാലിക്കുന്ന കോൺഗ്രസും. അതെ അജിംഷാദെ, ഇത് തെറ്റാണ് എന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ, ഈ തെറ്റായ പ്രവണത എന്ന് പറയുന്നുണ്ടല്ലോ. അതിനെ ശരി കൊണ്ട് പ്രതിരോധിക്കല്ലാതെ മറ്റ് ഈ എളുപ്പ വഴികൾ യാതൊന്നും തന്നെ ഇല്ല. അതാണ് ഏറ്റവും പ്രധാനമായി തിരിച്ചറിയുക എന്നുള്ളത്. ഇതിനെ ശരികടാൽ പ്രതിരോധിക്കുക എന്നുള്ളത് എത്രത്തോളം CPIM-ന് നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ചോദ്യം. അത് എനിക്കൊരു തർക്കവുമില്ല. ഇത് CPM-ന്റെ നിലപാടുകളെ സംബന്ധിച്ചുള്ള ചർച്ചയല്ല എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതോടെ ചേർത്തല്ലാതെ പറയാൻ കഴിയില്ല. എത്രത്തോളം ശരികൾ ഇതിൽ കാണുന്നുണ്ട് എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ കേസിന്റെ തന്നെ അത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു രീതി തന്നെ നോക്കുക. നിയമപ്രകാരം ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് PMLA എന്ന് പറയുന്നത് 2002 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരായിട്ടുള്ള നിയമം പാസ്സാക്കിയത്. അതിൽ സെക്ഷൻ 3 ആണ് ഈ PMLA-യുടെ വകുപ്പെന്ന് പറയുന്നത്. ഈ ഒഫൻസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള വകുപ്പ് സെക്ഷൻ 3 ആണ് PMLA ആക്ടിലെ 2002. അതില് ആദ്യം തന്നെ പിന്നെ ഒരു ഷെഡ്യൂൾ ഒഫൻസ് ഉണ്ടാവണം. ആ ഷെഡ്യൂൾ ഒഫൻസിൽ നിന്ന് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഉണ്ടാവണം. അതിൽ നിന്ന് ആ പറയുന്ന തുക, പണം, അതുമായി ബന്ധപ്പെട്ട് ഇതങ്ങനെയൊക്കെ സഞ്ചരിച്ച റൂട്ട്, അതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടവരുടെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു, ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ കഴിയണം. ഇതങ്ങനെയാണ് പറയേണ്ടത്. ഈ ചെയിൻ ഓഫ് ആക്ഷൻസ് പിന്നെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ആ നിയമത്തിൽ തന്നെ പറയുകയാണ്, ഇത്തരത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ മണി ലോണ്ടറിങ്ങിന്റെ ചെയിൻ ഓഫ് ആക്ഷൻസ് ഒറിജിനേറ്റ് ചെയ്യാൻ കഴിയൂ എന്ന നിയമം തന്നെ പറയുകയാണ് ആ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് PMLA നിയമപ്രകാരം പ്രതിയാക്കപ്പെടുന്ന ഒരാൾ, അതാരുമായിക്കോട്ടെ, ആ ആളുടെ ബാധ്യതയാണ് താൻ തെറ്റ് ചെയ്തിട്ടില്ല തെളിയിക്കേണ്ടത്.
മറ്റു നിയമങ്ങളിൽ അങ്ങനെയല്ല, മറ്റു കുറ്റകൃത്യങ്ങളിലും അങ്ങനെയല്ല. അത് അയാളുടെ ബാധ്യതയാണ്. അപ്പൊ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഇത് പിന്നെ പിണറായി വിജയന്റെ പ്രശ്നമല്ല, CPIM-ന്റെ പ്രശ്നമല്ല, റിയാസിന്റെ പ്രശ്നമല്ല, പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത DYFIയിലോ SFIയിലോ മഹിളാ അസോസിയേഷനിലോ ഒന്നും മെമ്പർഷിപ്പ് ഇല്ലാത്ത വീണ എന്ന അദ്ദേഹത്തിന്റെ മകളുടെ മാത്രം പ്രശ്നമാണ് എന്ന് കാറ്റഗറൈസ് ചെയ്ത് ഒരു പ്രത്യേക ബ്ലോക്ക് ആക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ? നമ്മളിവിടെ പറയുമ്പോൾ എത്രയോ ചതിക്കുഴികളിലൂടെ പിന്നെ വലിഞ്ഞു വീഴ്ത്താൻ എതിരാളികൾ, രാഷ്ട്രീയ എതിരാളികൾ തന്നെ വ്യഗ്രതപ്പെട്ട് അൺഡ്യൂ ഹേസ് എന്ന് പറയാവുന്ന തന്നെ നടപടികൾ ഉണ്ടായിട്ടില്ലേ ഈ നാട്ടിൽ, നമ്മുടെ മുമ്പിൽ കൺമുന്നിൽ? ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ സമയം ഇത് ഒരുപാട് എടുക്കാൻ വയ്യാത്തതുകൊണ്ട്. 2006 മാർച്ച് 1-നാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ അവസാനത്തെ ക്യാബിനറ്റ്. ഈ ക്യാബിനറ്റിലാണ് ലാവ്ലിൻ കേസ് CBIക്ക് വിടാൻ തീരുമാനിക്കുന്നത് ഉമ്മൻചാണ്ടി മന്ത്രിസഭ. ഒരു പരാതിയും കിട്ടിയിട്ടല്ല കേട്ടോ ആരുടെയും. മന്ത്രിസഭ എങ്ങനെ പൊളിറ്റിക്കലി തീരുമാനിക്കുകയാണ്. CBIക്ക് വിടുന്നു. CBIക്ക് വിട്ടിട്ട് ആ കേസ് പ്രത്യേക സ്പെഷ്യൽ കോർട്ട് വരെ ഉണ്ടാക്കി. CBIക്ക് തിരുവനന്തപുരത്ത് പ്രത്യേക കോടതി ഉണ്ടാക്കി. ആ പ്രത്യേക കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. എന്നിട്ട് 2013 നവംബർ 5-ന് പിണറായി വിജയൻ ആ കേസിൽ നിന്നേ ഒഴിവാക്കി. CBI പ്രത്യേക കോടതി വിധി പറയുമ്പോൾ ആ കേസിൽ അദ്ദേഹം കുറ്റക്കാരൻ അല്ല എന്നത് മാത്രമല്ല, ആ കേസിൽ അദ്ദേഹത്തെ പെടുത്തിയത് തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പരിപൂർണമായിട്ട് ഒഴിവാക്കുകയാണ് ചെയ്തത് 2013 നവംബർ 5-ന്. അപ്പോ അന്ന് ഇവിടുത്തെ BJP-ക്കാർ മുറവിളി കൂട്ടിയത് അത് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ധാരണയായിരുന്നു. കാരണം എന്താ, UPA ഗവൺമെന്റ് അന്ന് കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ധാരണയായിരുന്നു അത് എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് ഇവര് CBI ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി 2017 കൈക്കലില്ലാതെ വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മോഹൻ രക്ഷിക്കാൻ വേണ്ടി CBI സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പോ ഇപ്പൊ 42 43 തവണയായി എന്തെങ്കിലും ഒരു കോറാബറേറ്റിംഗ് എവിഡൻസുമായിട്ട് ചെന്നല്ലാതെ സുപ്രീം കോടതി പോലൊരു ഏറ്റവും മഹത്തായ സ്ഥാപനത്തിന് പടിപറങ്ങാൻ കഴിയില്ലല്ലോ. അപ്പൊ ഓരോ തവണയും CBI അവധിക്ക് വെക്കുകയാണ്. അതിനെ കുറ്റം ആർക്കാണ്? ഇപ്പോ BJP-ക്കാരല്ല, ഇപ്പൊ കോൺഗ്രസ്സുകാരാണ് പറഞ്ഞു നടക്കുന്നത്. ഇപ്പൊ എന്താ പറയുന്നത്? BJP-യും CPM-ഉം തമ്മിലുള്ള ധാരണയാണ് അത്ര ഇതിന്റെ ഭാഗം. നേരത്തെ ഇതേ BJP-ക്കാർ പറഞ്ഞു കോൺഗ്രസും പിണറായിയും തമ്മിലുള്ള ധാരണയാണ് ഈ കേസ് അങ്ങനെ ആയി തീർന്നത്. ഇപ്പൊ നേരെ തിരിച്ചു. അപ്പൊ എങ്ങനെയുണ്ട് ഈ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് ഓരോ ഇഷ്യൂസിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതിന്റെ ഇതിനേക്കാളും വലിയ ക്ലാസിക്കൽ എക്സാമ്പിൾ നമ്മൾ സമീപകാലത്ത് നിന്ന് വേറെ നോക്കേണ്ടതില്ല. വാർത്താ സമ്മേളനത്തിൽ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഭാവിയിൽ വരാൻ പോകുന്ന ഈ കാര്യമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ CPM-നെതിരെ ചില മാനിപ്പുലേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കാരണം ഭാവിയിൽ മന്ത്രി ആയേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ സമയത്ത് പണം 96-ലെ ഇലക്ഷനാ. 96-ലെ ഇലക്ഷൻ നിൽക്കുമ്പോഴാണ് 2 കോടി രൂപ കൊണ്ട് കൊടുത്തിട്ട് ഭാവിയിൽ മന്ത്രി ആയേക്കും എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ അല്ല, അതിനേക്കാളും അതീവ ഗുരുതരമാണല്ലോ CBI കേസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇപ്പോഴും അങ്ങനെയല്ലേ? 2015 മുൻകൂട്ടി കാണുകയാണ് വീണയും കൂട്ടരും. അതായത് 2019 പ്രളയമുണ്ടാകും, അതിനുശേഷം മണ്ണ് വന്ന് അടിയും, അത് ഈ കമ്പനിക്ക് അത് വാരാൻ കൊടുക്കും എന്നൊക്കെ എന്തൊക്കെ കഥകളാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇപ്പം നിലവിൽ നടക്കുന്ന ഈ എക്സാലോജിക്, ഇത് 27/5-നാണല്ലോ ഇവര് പിണറായി സാഹു താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ ചെല്ലുന്നത്. ആദ്യത്തെ റൈഡ്. ഇപ്പൊ പറയുന്നത് സെർച്ച് എന്നാ പറയുന്നത്. ഏതാ, മെയ് 27 ഞങ്ങൾ സെർച്ച് ചെയ്തു. അന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? റെയ്ഡ് ഇതായിരുന്നു പറഞ്ഞത്. ഇപ്പൊ അത് സെർച്ചായി മാറി. ഇരിക്കട്ടെ. അപ്പം അന്ന് വീണയോട് ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം അവർ കൃത്യമായി മറുപടി പറയുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തു. ED എന്താണ് അവർ കൊടുത്തത്? മറുപടിയല്ല, ഏതൊക്കെ ഇനങ്ങളാണ് അത് ഞാനൊന്ന് പറയാം ഇവിടെ. ആ മെയ് 27, 2026-ന് ED വീണയോട് ചോദിച്ച വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് പിന്നെ AMC കരാർ യഥാർത്ഥമായിരുന്നു ആദ്യത്തെ ചോദ്യം. മറുപടി കൊടുത്തു. അതിന് തെളിവ് എന്താണ്? മറുപടി കൊടുത്തു. ഏത് സോഫ്റ്റ്വെയർ സർവീസസ് ആണ് ഉള്ളത് അതിന്? അത് കൊടുത്തു. എത്ര മാൻ പവർ, എത്ര മണിക്കൂർ, എന്തൊക്കെയാണ് ഡെലിവറബിൾസ് ഉള്ളത്, ഇമെയിൽസ്, കത്തിടപാടുകൾ എന്തൊക്കെയാണ് ഇമെയിലിൽ കൂടെ നടന്നത്, ഇടപാടുകൾ, ടെക്നിക്കൽ റെക്കോർഡ്സ്, ഇൻവോയ്സസ്, GST ട്രീറ്റ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ
ED-ക്ക് വ്യക്തമായി അവിടെ വിശദീകരിക്കുകയും ED അതും മൊഴിയായിട്ട് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതാണെന്ന് പിണറായി പറഞ്ഞില്ലേ, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുണ്ടായിരുന്നത് അവർ ചോദിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ചോദിച്ചാൽ ഇനിയും പറയും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് കൈകൾ ശുദ്ധമാണ്, എനിക്കോ മകൾക്കോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലുമോ ഇത്തരം ഹവാല ഇടപാടുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ബന്ധിപ്പിക്കാനാണ് കഠിനമായി ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സംഗതിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ ആദ്യം 1.72 കോടി രൂപയായിരുന്നു അജിംഷാദെ ഈ തുകയായിട്ട് നിന്നിരുന്നത്, വീണയ്ക്ക് കൊടുത്തു. അപ്പോ അത് 2.7 ആകുന്നത് 2021 വരെ അന്വേഷണം എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ്. മറ്റേ 2019 വരെ ആയിരുന്നു 1.72, മറ്റേ 21 എക്സ്റ്റെൻഡ് ചെയ്തപ്പോ 2.78 അപ്പോ അത് അവിടം വരെ അന്വേഷിച്ചു. എന്നിട്ടാണ് ED-യുടെ പ്രസ് റിലീസിൽ പറയുന്നത് 15 വർഷം കൊണ്ട് 182 കോടി രൂപയുടെ തട്ടിപ്പ് അവര് നടത്തിയെന്ന്. ആര്? CMR-ല്. പിന്നെ പക്ഷേ ഈ ലേക്കർ ഇന്ത്യ കമ്പനിയായിട്ട് വരുന്നതെന്നാണ് 2023. അതിനെക്കുറിച്ച് ഒരു മിണ്ടാട്ടോ ഇല്ല. ഈ ചാനൽ ചർച്ചയിൽ വലതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാൾക്കും ആങ്കർമാർക്കും ഒരു മിണ്ടാട്ടവും ഇല്ല. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണോ തട്ടിപ്പ് നടത്താൻ വേണ്ടി പുതിയ കമ്പനി ഉണ്ടാക്കുന്നത്? ഷെൽ കമ്പനികളെ കുറിച്ച് ഒരു പൊതുധാരണയുണ്ട്. ആ ധാരണയ്ക്ക് ഉപരിയായിട്ട് പിന്നെ നമ്മുടെ 2023-ൽ 2022-23-ലുമായിട്ട് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് ദീർഘമായ ഈ ഇലക്ട്രൽ ബോണ്ട് കേസിന്റെ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. അന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് മുമ്പില് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സും CPIM-ഉം ആദ്യം ADR ആണ് കൊടുത്തത്, പിന്നീട് സീതാറാം യെച്ചൂരിയും കൊടുത്തു. അവർക്ക് രണ്ടുപേർക്കും വാദിക്കാൻ സമയം കൊടുത്തു. ആ വാദിക്കാൻ സമയം കൊടുക്കുമ്പോൾ എന്താണ് ഷെൽ കമ്പനി എന്നുള്ളത് വ്യക്തമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്നുണ്ട്. അതിൽ തന്നെ ആ വാദങ്ങൾ എൻ്റെ ഉണ്ട്, ആർക്കും അവൈൽ ചെയ്യാവുന്നേ ഉള്ളൂ. അതിൽ പറയുന്നു ഷെൽ കമ്പനി ഉണ്ടാവുന്നത് എപ്പോഴും ഒരു തട്ടിപ്പ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് വളരെ മുമ്പ് തന്നെയാണ്. അല്ലാതെ തട്ടിപ്പ് പദ്ധതി ആസൂത്രണം ചെയ്ത് കഴിഞ്ഞിട്ടല്ല ഷെൽ കമ്പനി ഉണ്ടാവുന്നത്. മൗറീഷ്യസിലും അതുപോലുള്ള രാജ്യങ്ങളിലുമാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്, ചിലതൊക്കെ ഇന്ത്യയിലും ഉണ്ട്. അത് പക്ഷെ തട്ടിപ്പ് ആസൂത്രണം ചെയ്യുന്നതിന് മുൻപ് തന്നെ കമ്പനി ഉണ്ടാക്കിയിട്ട് അതിലൂടെ റൂട്ട് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നതോ ഈ 2021 വരെയുള്ള കേസ് അന്വേഷിച്ചിട്ട് അതിനകത്തൊന്നും പറയാനില്ല. 2023-ൽ ഇങ്ങനെ കമ്പനി ഉണ്ടായി, അതാണ് പ്രശ്നം എന്നുള്ള നിലയിലേക്കാണ് ഇതിനെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും നമ്മളിവിടെ ഇത്രയും വിശദമായിട്ട് സംസാരിക്കുന്ന ഒരു അവസരം ഉണ്ടാവുന്നതിന് വളരെ നല്ലതാകുന്നത് ഇത് CPIM കൂടുതൽ ശക്തിയോടെ, ഇപ്പൊ നമുക്ക് ഈ ചർച്ചയിൽ വളരെ ചുരുക്കിയേ പറയാൻ കഴിയൂ. പക്ഷെ CPIM സുരേഷ് കുമാറിനെ പോലുള്ളവര് നേതാക്കൾക്ക് അത് കൂടുതൽ വ്യക്തതയോടെ താഴേക്ക് വിശദീകരിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവർ കൂടുതൽ മോശപ്പെട്ട നിലയിലേക്ക് നടത്തുന്ന ഒരു മടിയില്ലാത്തവരാണ്. അതുകൊണ്ടാണല്ലോ മാമൻ മാധവനെ പേരെടുത്ത് പറഞ്ഞ പിണറായിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നത്. ഇങ്ങനെ നിങ്ങൾ എന്താണ് നേടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടക്കം ചോദിക്കേണ്ടി വന്നല്ലോ, ഇല്ലേ? അത് ഒന്ന് മനോരമ മറുപടി ഒന്നും പറയാൻ പോകുന്നില്ല, അവരുടെ നിലവാരം അവർ കാണിച്ചുകൊണ്ടേയിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ അത് നമ്മളാണ് ബോധ്യപ്പെടേണ്ടതും ഡിഫെൻസീവ് ആവേണ്ടതും എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. തീർച്ചയായും ശ്രീ D. സുരേഷ് കുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇപ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഇവരൊക്കെ വസ്തുതകളുമായി ബന്ധപ്പെട്ട് CPIM-ഉം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും സംശുദ്ധമാണ്, അതിനെതിരെയുള്ള ഓരോ കഥകളിലും വരുത്തുന്നത് തിരക്കഥാ സ്വഭാവത്തിലുള്ള വൈരുദ്ധ്യങ്ങളുള്ള നിരവധി കാര്യങ്ങളാണ് വസ്തുത അടക്കം ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമപ്രവർത്തകർ ആകെ വിമർശിക്കുന്നത്. അവർ CPIM സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഇതിൻ്റെ വസ്തു ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രമാണ് അവർ ആശങ്കപ്പെടുന്നത്. ബാക്കി ഒരു ഘട്ടത്തിലും നിങ്ങളോ നിങ്ങളുടെ നേതാക്കളോ ഒരു തെറ്റ് ചെയ്തതായിട്ട് ഇവരാരും പറയുന്നില്ല. മാത്രമല്ല നിങ്ങൾക്കെതിരെ ഉള്ളതെല്ലാം വളരെ ആസൂത്രിതമായി സൃഷ്ടിച്ചതാണെന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം തന്നെ ശ്രീ ചക്രപാണിയും ശ്രീ ജയചന്ദ്രനും ശ്രീ M. ജയചന്ദ്രനും ചൂണ്ടിക്കാണിച്ചത് 22 കോടി അത് നിസ്സാരമാണോ എന്നാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം കണ്ട, പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം കണ്ട എല്ലാവർക്കും അറിയാം ഈ ആരോപിക്കപ്പെടുന്ന തുക തന്നെ വളരെ കുറവാണ് സാമാന്യഗതിയിൽ സാധാരണ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്ര ചെറിയൊരു തുക അത് രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ അർത്ഥത്തിലേക്കാണ് പോകുന്നത്, അതിന് മാധ്യമങ്ങൾ കൊടുക്കുന്ന ശ്രദ്ധ, അതിൽ പിണറായി വിജയൻ്റെ മകൾ എന്നത് സ്ട്രെസ് ചെയ്യുന്നത് എല്ലാം CPIM-നെ ആക്രമിക്കാനാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണെന്ന് പറഞ്ഞത്. അതിനെപ്പോലും 22 കോടി നിസ്സാരമാക്കി പിണറായി വിജയൻ പറഞ്ഞു എന്ന അർത്ഥത്തിലേക്ക് പ്രചരണം നടത്തുകയാണ് D. സുരേഷ് കുമാർ. അല്ല, ഞാനിതിന് ഒരു പ്രധാനപ്പെട്ട മറുപടി നേരത്തെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു. 2 കാര്യങ്ങളാണ്. ഒന്ന്,
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ വിമർശിക്കുന്നതിന് വേണ്ടി ഈ കേസിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ വീണയുമായി ബന്ധപ്പെട്ട് വീണ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ, കേരളത്തിലെ ഏറ്റവും പരിണിതപ്രജ്ഞനായിട്ടുള്ള CPM നേതാവിൻ്റെ മകളാണ് എന്നുള്ള നിലയിൽ വീണയ്ക്കെതിരായി വരുന്നൊരു കേസ്, ആ കേസിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വീണയ്ക്കെതിരായി വരുന്ന കേസിൽ CPM എങ്ങനെ അഭിപ്രായം പറയും എന്നുള്ളതാണ്. രണ്ടാമത്, ഇപ്പോൾ വീണയുടെ ഹസ്ബൻഡായിട്ടുള്ള CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ബേപ്പൂർ MLA-യുമായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ദുർബലമായിട്ടുള്ള ന്യായവാദങ്ങൾ പറഞ്ഞ് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഭാര്യ ഭർത്താവും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദുർബലമായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ ഇതിനകത്ത്, സുഹൃത്തുക്കളെ ഇതിനകത്ത് ചുറ്റിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ ചില ആളുകൾക്ക് CPM-യുമായി ബന്ധമുണ്ട്. അവിടെ CPM അഭിപ്രായം പറഞ്ഞാൽ ഉടൻ തന്നെ കേരളത്തിലെ ഒരു പറ്റം വരുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി CPM അനാവശ്യ തിടുക്കം കാണിക്കുന്നു എന്ന രൂപത്തിൽ വിചിത്രവാദഗതിയുമായി മുന്നോട്ട് വരികയാണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞത്. സംസാരിച്ചാലും സംസാരിക്കാതിരുന്നാലും അത് CPM-ൻ്റെ ദൗർബല്യമായി മാധ്യമങ്ങളിലൂടെ ചർച്ചയ്ക്കെടുക്കുന്നൊരു സമീപനമായി കഴിഞ്ഞ കുറച്ച് കാലമായി വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നൊരു ഉപാധിയായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ നിങ്ങൾ ED-യോട് പറയാനുള്ളത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കഴിഞ്ഞ കാലത്തെ ചരിത്രത്തെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു, ആവർത്തിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം സഖാവ് മുഹമ്മദ് റിയാസിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു CPM-ൻ്റെ നേതാവിനെയോ വേട്ടയാടിയാൽ നിങ്ങൾക്കതിൽ നിന്നൊരു സുവേന്ദു അധികാരിയെയോ ഛഗൻ ഭുജ്ബലിനെയോ അതുപോലെ തന്നെ അശോക് ചവാനെ പോലുള്ളൊരു നേതാവിന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ എന്താണ്, ഉമ്മറത്ത് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എത്തിയപ്പോൾ തന്നെ അടുക്കള മതിൽ കയറി ചാടി BJP-യുടെ പാർട്ടി ഓഫീസിൽ ചെന്ന് അഭയം പ്രാപിക്കുന്ന നേതാക്കന്മാരെയാണ് നിങ്ങൾ കണ്ടത്. ഇന്ത്യയിൽ അങ്ങനെ ഏകദേശം 50-ലധികം നേതാക്കന്മാർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 99% കോൺഗ്രസിൽ നിന്നും. അതെ, 50-ലധികം ആളുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ദേശീയ നേതൃത്വത്തിൽ നിന്ന നേതാക്കന്മാർ അങ്ങനെ ചാടിപ്പോയി BJP-യിൽ അഭയം പ്രാപിച്ച് അവർ BJP-യുടെ നേതാക്കന്മാർ മാറിയതോടുകൂടി അവരുടെ കേസുകൾ ഇല്ലാതായി എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ED-യുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച്, ED-യുടെ ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് വസ്തുതാപരമായ വിലയിരുത്തലിന് വിധേയമാക്കേണ്ടത്. ഈ കേസുകൾ എന്നേക്കുമായി ഇല്ലാതായി എന്ന് മാത്രമല്ല, അവർ കോൺഗ്രസിനകത്ത് വഹിച്ചിരുന്ന പദവിയേക്കാളേറെ വലിയ പദവികളിലേക്ക് അവർ അവരോധിക്കപ്പെട്ടു എന്ന വിരോധാഭാസം കൂടെ ഇന്ത്യയുടെ ജനാധിപത്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അവിടെ CPM വ്യത്യസ്തമാവുകയാണ്. CPM-ൻ്റെ ഒരു നേതാവിനെയും, ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്നയാളായിക്കൊള്ളട്ടെ, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നയാളായിക്കൊള്ളട്ടെ, ഒരു നേതാവിനെയും നിങ്ങൾ എത്രമാത്രം വേട്ടയാടിയാലും ശരി, നിങ്ങളുടെ പടിവാതിൽക്കൽ മുട്ടിലിഴയാൻ, BJP-യുടെ പടിവാതിൽക്കൽ മുട്ടിലിഴയാൻ ഈ നേതാക്കന്മാരെ കിട്ടില്ല എന്നുള്ളതാണ് CPM-ൻ്റെ ക്രെഡിബിലിറ്റി എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരുപാട് ചരിത്രമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ നമ്മുടെ ചില നേതാക്കന്മാരെ ഇല്ലാത്ത കുറ്റം ചുമത്തി വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ ചെയ്ത് അവരെ വല്ലാത്ത നിലയിൽ മാനസികമായും ഒക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരുപാട് കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരാരും തന്നെ ഈ ഒരു കോൺഗ്രസിൻ്റെ വഴിയെ ചിന്തിക്കാനോ കോൺഗ്രസിൻ്റെ വഴിയെ സഞ്ചരിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. ഇവിടെയാണ് കേരളത്തിലെ ഏതാനും ചില കോൺഗ്രസ് നേതാക്കന്മാർ, അത് UDF-ൻ്റെ നേതാക്കന്മാർ, ഞാൻ ആരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഇതാ കിട്ടിപ്പോയി എന്ന നിലയിൽ ആർത്തലച്ച് കൈയടിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, CMRL-യുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രൂപത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അവർ ചെയ്തിട്ടുള്ള ജോലിയുടെ വിഹിതം, അല്ലെങ്കിൽ ഇവിടെ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അങ്ങനെയുള്ളൊരു സംഗതിയാണ് ഇതിനിവിടെ സംഭവിച്ചു പോയിട്ടുള്ളത്. മറ്റപ്പുറത്ത് എന്താണ്, ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുടെ പണ ഇടപാടുകൾ നിലനിൽക്കുകയാണ്. അവിടെ ED-ക്ക് മിണ്ടാട്ടമില്ല. അപ്പോൾ എവിടെ എന്താണ് ഡീൽ, ആരൊക്കെ തമ്മിലാണ് രാഷ്ട്രീയമായിട്ടുള്ള അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കെതിരെ വരുമ്പോൾ ഇതൊരു മഹാ അപരാധവും, CPM-നെതിരെ വരുമ്പോൾ അത് കൊള്ളാമെന്ന കയ്യടിയും, ഈ അധികകാലം ഈ ഒരു തന്ത്രം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലെങ്കിലും വിലപ്പോകില്ല എന്നുള്ളത് കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ BJP-യുടെ നേതാക്കന്മാരോട് പറയാനുള്ളത്, അവർ അടിക്കടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഉത്തരേന്ത്യൻ മോഡൽ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് കേരളത്തിൽ നടത്തുന്നത്. തീർച്ചയായും നിങ്ങൾ നിരാശപ്പെടേണ്ടതായി വരും. കാരണം ഈ കേസ് കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്, ED-യുടെ ടോട്ടൽ കേസിലെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്
0.5% ആണ്, പോലുമില്ല. അത്ര പോലുമില്ല. കൺവിഷൻ റേറ്റ് എന്ന് പറയുന്നത് അത്രമാത്രം. ഈ കേസ് ഒരു കാരണവശാലും ഇത്തരത്തിൽ സുരേഷ് കുമാർ, ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് യശസ്സോടുകൂടി നിൽക്കുന്ന സംവിധാനങ്ങളെ തകർക്കുക, എന്നിട്ട് ഇവർക്ക് ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടുക, പിന്നീട് തിരിഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. തകർന്നു കഴിഞ്ഞാൽ അതിനോട് യോജിക്കുന്നതിനോടൊപ്പം തന്നെ മാധ്യമങ്ങളും അതാണ് ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കൂ, ഈ പിണറായി വിജയന്റെ മാത്രം കാര്യങ്ങൾ എടുത്ത് നോക്കൂ. എല്ലാ കള്ളക്കഥകളും ഇതുപോലെ കെട്ടിപ്പൊക്കും, വിവാദം ഉണ്ടാക്കും, അതിനുശേഷം കുറേ ഗീർവാണക്കാർ ചർച്ചയ്ക്കെത്തും, അതിനുശേഷം എവിടെയും ഇതിൻ്റെ സത്യം തിരിച്ചറിഞ്ഞാൽ എവിടെയും പൈസയുടെ വാർത്ത കൊടുക്കാതെ. തീർച്ചയായും അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പം നോക്കൂ, കേരളത്തിൽ തന്നെ ഒരു MLA ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി. കോടതി ആ പേപ്പേഴ്സ് ചുരുട്ടി എറിഞ്ഞ് അദ്ദേഹത്തിന് കൂടുതൽ സമയം നിന്നാൽ പിഴ ചുമത്തും എന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടനെ പോലുള്ള ഒരാളിനെ പറഞ്ഞു വിട്ടു. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അതിനെ അർഹിച്ച ഗൗരവത്തിൽ വാർത്തയാക്കിയിട്ടില്ല. ഇപ്പോൾ CMRൽ തന്നെ അവരുടെ ചില ന്യായവാദങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി. അവർക്ക് അനുകൂലമായിട്ടുള്ള ചില വിധി പ്രസ്താവങ്ങളുണ്ടായി. അതൊന്നും തന്നെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുവാനോ ഹെഡ്ലൈൻ ആക്കുവാനോ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും രൂപത്തിലുള്ള കള്ള വാർത്തകൾ, ഇപ്പോൾ ഏറ്റവും പ്രധാനം, ഇന്നലെ തന്നെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു, മുഹമ്മദ് റിയാസിനെ ഫോൺ വഴി ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ ഒരു വിരോധാഭാസം, അങ്ങനെ ഫോൺ വഴി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരാൾക്ക് സമൻസ് സെർവ് ചെയ്യാതെ, ആ രേഖാമൂലം അറിയിപ്പ് കൊടുക്കാതെ, അത്രയും ഉത്തരവാദിത്തപ്പെട്ടത് ഇരിക്കുന്നില്ല, ആരായിക്കോട്ടെ, ഒരു ഇന്ത്യൻ സിറ്റിസൺ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കഴിയും? ഈ രൂപത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പരസ്യവും കൊടുക്കും, ഇങ്ങനെ ഫോൺ വഴിയുള്ള ഡിജിറ്റൽ അറസ്റ്റ് തെറ്റാണ്, കള്ള പ്രചാരവേല, കള്ളവാദഗതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ പ്രചരിപ്പിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂര്യശോഭയോടുകൂടി നിൽക്കുന്ന നേതാക്കന്മാരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് താൽക്കാലികമായി തിരിച്ചടിയേറ്റിട്ടുണ്ട്. പക്ഷേ CPMൻ്റെ യശസ്സിനോ അതിൻ്റെ പൈതൃകത്തിനോ അതിൻ്റെ ചരിത്രത്തിനോ അതിൻ്റെ മാഹാത്മ്യത്തിനോ യാതൊരുവിധ കോട്ടവും തട്ടിക്കാൻ ഒരാൾ വിചാരിച്ചാലും കഴിയുകയില്ല. ഇപ്പോൾ ചെയ്യുന്നത് പാർട്ടി ലീഡർഷിപ്പിനെ ആകെ തന്നെ അപമാനിച്ച് ഈ പാർട്ടി ആകെ തന്നെ മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏതാനും ചില മാധ്യമപ്രവർത്തകർക്ക് അവർക്ക് അന്ധമായ പിണറായി വിരോധം, അതിലുപരി അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം, മാർക്സിസ്റ്റ് വിരോധം തലയ്ക്ക് പിടിച്ച ചില ആളുകൾ നിരന്തരമായി മറ്റെന്തെല്ലാം വിഷയങ്ങൾ കേരളത്തിലുണ്ടായാലും മറ്റെന്തെല്ലാം വിഷയങ്ങൾ ഇന്ത്യയിലുണ്ടായാലും അത് പിണറായിക്കെതിരായും CPMനെതിരായും ഏതെങ്കിലും രൂപത്തിലുള്ള തലക്കെട്ടുകൾ കിട്ടുമെങ്കിൽ അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിച്ച് സ്വയം ആത്മനിർവൃതി അടയുന്ന ആളുകളായി ചില ആളുകൾ മാറിയിട്ടുണ്ട്. അവരുടെ ഏടിൽ മറ്റൊരു കാര്യം കൂടെ എന്ന് മാത്രമേ ഞാൻ കരുതുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായും ഈ കേസ് കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് നീട്ടിക്കൊണ്ടുപോകാം, ചർച്ചകളിൽ ലൈവായി നിലനിർത്താൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഈ കേസിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് 0.5% കൺവിക്ഷൻ റേറ്റിലേക്കാണ് ഈ കേസും വരാൻ പോകുന്നത്. ഒരു കാരണവശാലും ഈ കേസ് മെറിറ്റോടുകൂടി കോടതിക്ക് എടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രയും ദുർബലമായ വാദഗതികളായിരിക്കും വരുന്നത്. കാരണം നാളിതുവരെയായി ഈ കേസുമായി ബന്ധപ്പെട്ടൊരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ED അനുഭവിക്കാൻ പോകുന്ന പോരായ്മ എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായി പരിശോധിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ, പിന്നെ എടുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് മാധ്യമങ്ങൾക്ക് കൊടുത്ത് അത് പ്രസ്താവന വഴി, ഔദ്യോഗിക പത്രപ്രസ്താവന വഴി മാധ്യമങ്ങൾക്ക് കൊടുത്ത് വാർത്തയാക്കി നിങ്ങൾക്ക് തൽക്കാലം പരിലസിക്കാം. അതിനപ്പുറത്ത് നിങ്ങൾ ആത്യന്തികമായി നിരാശപ്പെടേണ്ടതായി വരും എന്നുള്ളതാണ് ഈ കേസിൻ്റെ മെറിറ്റ്. എന്നാണ് മുൻ മുഖ്യമന്ത്രി P. വിജയൻ്റെ മകൾ എന്നൊക്കെ ഒരു വിചിത്രമാണ്. ഒരു വ്യക്തിയുടെ കാര്യം, ആ വ്യക്തി ചെയ്തൊരു കുറ്റവുമായി ബന്ധപ്പെട്ടത് മുൻ മുഖ്യമന്ത്രി P. വിജയൻ്റെ മകൾ എന്ന രീതിയിലേക്ക് പോലും കൊടുക്കാൻ ED കാണിക്കുന്ന ഉത്സവം. ആലോചിക്കണം, ഒരു പേപ്പറുമായി ഇവിടെ കെട്ടുകണക്കിന് കള്ളപ്പണം പാർട്ടി ഓഫീസുകളിൽ എത്തിപ്പോയി എന്ന് BJPയുടെ ഓഫീസ് സെക്രട്ടറിമാർ പറഞ്ഞത് അടക്കമുള്ള നിരവധി കള്ളപ്പണ കേസുണ്ട് BJPയുമായതുകൊണ്ട്. ഒരു പേപ്പറുമായി ഇവർ ഓടിച്ചെന്നിട്ടില്ല. അവരാണ് ഞാനത് സൂചിപ്പിച്ചു, കൊടകര കേസിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഒറ്റ കാര്യം മാത്രം, ഇന്ത്യ മഹാരാജ്യത്ത് BJP അധികാരത്തിൽ വരുമ്പോൾ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം തന്നെ എന്താണ്? ഇന്ത്യയിൽ നിന്നും കട്ടുകൊണ്ടുപോയിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന ഹവാലപ്പണം തിരികെ കൊണ്ടുവരും. അത് ഓരോ മനുഷ്യരുടെയും അക്കൗണ്ടിലേക്ക്, ഓരോ ആളുകളുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം വെച്ച് തരും എന്ന് പറഞ്ഞൊരു വാഗ്ദാനം പ്രകടന പത്രികയിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ ആളുകളാണ്. ആ ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് പിന്നീട് ഈ ഹവാല പണത്തെ സംബന്ധിച്ച്, ലൂട്ട് ചെയ്തുകൊണ്ട് പോയ ആളുകളെ സംബന്ധിച്ച്, ആ പണം എവിടെ ഉണ്ടെന്നതിനെ സംബന്ധിച്ച് ഇത്തരം അന്വേഷണ ഏജൻസികൾ ഏറ്റവും പരമപ്രാധാന്യം നൽകി അന്വേഷിക്കേണ്ടുന്നൊരു കാര്യമല്ലേ? അത് അന്വേഷിച്ചില്ല എന്ന് മാത്രമല്ല, വ്യക്തിവിരോധം, കേവലം വ്യക്തിവിരോധം, രാഷ്ട്രീയ വിരോധം, രാഷ്ട്രീയ പാർട്ടികളെ, പ്രതിപക്ഷ പാർട്ടികളെ, അതിൻ്റെ നേതാക്കന്മാരെ, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയെ ഉപാധിയാക്കി ഉപയോഗിക്കപ്പെടുന്നു എന്ന ഏറ്റവും വിരോധാഭാസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിനെതിരായി, അവർക്കെതിരായി വരുമ്പോൾ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നു, അല്ലാത്ത പക്ഷം CPMനെതിരെ വരുമ്പോൾ
ആഹാ കൊള്ളാമെന്ന നിലപാട് സ്വീകരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒട്ടേറെ നേതാക്കന്മാർ, സുവേന്ദു അധികാരി, ഛഗൻ ഭുജ്ബൽ, അതുപോലെ തന്നെ നവീൻ ജിൻഡാൽ ഉൾപ്പെടെയുള്ള വ്യാവസായികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ ഇന്നിപ്പോൾ BJP പാളയത്തിലേക്ക് 50-ലധികം വരുന്ന ദേശീയ നേതാക്കന്മാർ BJP പാളയത്തിലേക്ക് പോയതിന് പിന്നിൽ EDയുടെ കറുത്ത കരങ്ങളുണ്ട്. ഞങ്ങൾ ഉറപ്പ് പറയുന്നു, ഞങ്ങളിൽ നിന്നും ഒരാളെപ്പോലും ആ രൂപത്തിൽ അടർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ തീർച്ചയായും ആത്യന്തികമായി നിരാശപ്പെടേണ്ടതായി വരും എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് ചില തട്ടഹാസങ്ങൾ നടത്താൻ വേണ്ടി പറ്റും. അത് വെറും ഇവിടെ അനശ്വരമായി നിലനിൽക്കില്ല, വെറും നശ്വരമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതെ, തീർച്ചയായും. ശ്രീ രതീഷ് ചക്രവാണി, 85 ലക്ഷം രൂപ ദുബായിലേക്ക് അയക്കുന്നു. ബാങ്ക് വഴി അയക്കുന്നത് ഹവാല പണമാകുന്നു. എന്നിട്ട് ഇതൊക്കെ എഴുതിയ രേഖകൾ ഈടിക്കെടുക്കാൻ പാകത്തിൽ വീണ ഇങ്ങനെ വീട്ടിൽ വെക്കുകയാണ്, അതെടുക്കുന്നു. ഇങ്ങനെ ഇതടക്കം പിന്നെ എന്താണ് വീഡിയോ കോളോ, എന്താണ് ഇൻ്റർനെറ്റ് കോളോ, വാട്സപ്പ് കോളോ വിളിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതടക്കം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഇതിലെ വൈരുദ്ധ്യങ്ങൾ, ഇതിൽ കെട്ടിപ്പൊക്കിയ കള്ളക്കഥയുടെ തിരക്കഥയാണ് എന്ന് ബോധ്യമാകുന്ന എന്തൊക്കെ അംശങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയാനാകും? ചക്രവാണി, ഇതിൽ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒന്നാമത്തെ കാര്യം, വീണ വിജയനെതിരെയുള്ള അന്വേഷണം തുടങ്ങുന്നത് 2019-20കളിലാണ്. അപ്പോൾ അങ്ങനെ അന്വേഷണം തുടങ്ങിയിട്ടുള്ള പല ഏജൻസികൾ അന്വേഷിച്ചിട്ടുള്ള വീണ വിജയൻ യഥാർത്ഥത്തിൽ ഹാൻഡ് റിട്ടൺ നോട്ട്സ് അവിടെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മറപ്പടിയിൽ വെച്ചിട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇനി അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞ പോലെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് എന്ന് പറയുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് എന്ന് പറയുന്നു. ഇത് രണ്ടും എന്ത് ചെയ്യുന്നു, മാറി മാറി പറയുന്നു. കാരണം ഇതിൽ ഏതാണ് എന്നുള്ളത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ഇതിന്റെ മൂലകാരണമായത് തന്നെ ഏതോ പേപ്പറുകൾ എഴുതിയതാണ്. ഇപ്പൊ ജെയിൻ കേസിലൊക്കെ അതൊരിക്കലും ഒരു തെളിവായി സ്വീകരിക്കാനാകില്ല എന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടുത്തെ ജെയിൻ ഹവാല കേസിൽ, ജെയിൻ ഹവാല കേസല്ല യഥാർത്ഥത്തിൽ അജീം ഷാദെ, അത് കൂടാതെ ഒരു 4 കേസിൽ കൂടി കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു നമുക്ക് തെളിവായി പരിഗണിക്കാൻ കഴിയില്ല, കൂടാതെ ഒരു കൊറോബറേറ്റീവ് എവിഡൻസ് ഇല്ലാതെ ഇത് പരിഗണിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് കോടതി മറ്റു ചില കേസുകളിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുന്നതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം എന്ന് പറയുന്നത് കേസ് തെളിയണം എന്നുള്ളതല്ല. കാരണം കേസ് തെളിയണമെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു ഉദ്ദേശവുമില്ല. ഞാൻ ഒറ്റ വരി കൊണ്ടത് വ്യക്തമാക്കാം. യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തിട്ടുള്ള നിരവധി കമ്പനികളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് രഞ്ജിത്ത് ബിൽക്കോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ഒരു വലിയ പണിതുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗ് തന്നെ ഇടിച്ചു വീണ് 4 പേര് മരിച്ചു പോയിട്ടും അവരുടെ ഇന്ന് ഇലക്ട്രൽ ബോണ്ട് മേടിക്കാൻ നമ്മുടെ BJPക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. നവയുഗ കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞൊരു പേര് നമുക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഉത്തരകാശിയിൽ ഒരു ടണൽ തകർന്നു വീഴുകയും അതിൻ്റെ അപ്പുറത്ത് ആളുകൾ കുടുങ്ങിപ്പോവുകയും ചെയ്ത അത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളുടെ നിന്ന് പണം മേടിക്കാനൊരു കുഴപ്പമുണ്ടായില്ല. യഥാർത്ഥത്തിൽ ഡിജിറ്റൽ വിഷൻ ഫാർമ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവരുടെ ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ 12 കുട്ടികൾ കാശ്മീരിൽ കൊല്ലപ്പെട്ടതാണ്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ ഒരു കുഴപ്പവുമില്ലാത്ത ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ ഇവിടെ കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ ആദ്യമേ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊരു ചെറിയ പ്രൊജക്റ്റ് അല്ല, ഇതൊരു വലിയ പ്രൊജക്റ്റാണ്, ഒരു മെഗാ പ്രൊജക്റ്റാണ്. അത് ലോകത്തെമ്പാടും തന്നെ റൈറ്റ് വിങ് അജണ്ടകളൊക്കെ പേറുന്ന ആളുകൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പ്രൊജക്റ്റാണ്. ഞാനിപ്പോൾ ലോകത്തിലേക്ക് പോകുന്നില്ല, നമ്മുടെ ഇങ്ങോട്ട് വന്നാൽ ഈ കേരളത്തിൽ ഇപ്പോൾ അടുത്തിടെ വന്നിട്ടുള്ള ചില ഇൻ്റർവ്യൂകളിൽ പഴയ ഒരു CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ്റെ ഇൻ്റർവ്യൂകൾ അജീം ഷാദും ഈ കൂട്ടത്തിലേക്ക് എല്ലാവരും കണ്ടുണ്ടാവും. ഇപ്പം അദ്ദേഹത്തോട് വലിയ അനുതാപത്തോടെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ പാർട്ടി സഹായിക്കാത്തത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു ചെറിയ കേസ് മുതൽ വലിയ കേസ് വരെ എങ്ങനെയാണ് CPMനെ തീർക്കാൻ വേണ്ടി കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇതിൽ തന്നെ CPMൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ മക്കളൊക്കെ തന്നെ വലിയ സമ്പന്നരാണെന്നും അവരൊക്കെ തന്നെ ഈ പറയുന്ന പോലെ അതായത് നിങ്ങൾ സാധാരണക്കാരായ അണികൾ ഇവരെ കണ്ട് പഠിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ഈ നേതാക്കൾ പറയുന്നത് കേൾക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം വീഡിയോകളാണെന്നറിയാമോ അസംബന്ധവും ഈ പറയുന്ന പോലെ തീർത്തും കള്ളവുമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഗുണം എന്താണെന്നറിയാം അമിത്ഷാദെ, ഇവിടെ വായി തോന്നി എന്തും പറയാം, കാരണം അവർക്കൊരു നഷ്ടം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ മനോരമ അടക്കമുള്ള പത്രങ്ങൾ എഴുതി നമ്മളെ വശം കെടുത്തിയിട്ടുള്ളൊരു കേസുണ്ടല്ലോ, ചാരക്കേസ്. ആ ചാരക്കേസ് ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ പരമ്പരകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് സർക്കുലേഷൻ കൂടുകയും ചെയ്ത മനോരമ
ആ ചാരക്കേസ് എന്ന് പറയുന്നത് വെറും ചാരമായിരുന്നു എന്നും അങ്ങനെ ഒരു കേസില്ലായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്? നമ്പി നാരായണന് 1 കോടി രൂപ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. ആരുടെ കയ്യിൽ നിന്നെടുത്ത്? ഈ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് ആരുടെയും കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നില്ല, മാധ്യമങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നില്ല. പകരം ഞാനും അജിം ഷാദും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളും തീപ്പെട്ടി മുതൽ ഈ പറഞ്ഞ പോലെ അരിമേടിക്കുന്ന പോലുള്ള ടാക്സ് എടുത്തുകൊണ്ട് ഗവൺമെൻറ് പണമെടുത്ത് നമ്പി നാരായണന് കൊടുത്തു. ആരാണ് അദ്ദേഹം? എന്തുകൊണ്ട് കേസിന് പോയി? അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ഇതുപോലെ ഈ പറഞ്ഞ പോലെ കഥയും എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതിനി അധികകാലം നടക്കുമെന്ന് ഇവരൊക്കെ വിചാരിക്കരുത്. കാരണം ഇപ്പം തന്നെ സർക്കുലേഷൻ 2.5 ലക്ഷം 3 ലക്ഷം വീതം പല എഡിഷനുകളിലും കുറവാണ് എന്നുള്ളത് ഇവരൊന്ന് ആലോചിക്കണം. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് താൽക്കാലികമായി രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുക, അതിനപ്പുറത്തേക്ക് ഒന്നും നേടാനില്ല. യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ സംഘടനയും രാഷ്ട്രീയവും ഗുജറാത്തിൽ പോലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന വളർച്ചയും BJPക്ക് ഉണ്ടായിരുന്നു, ആം ആദ്മി പാർട്ടിക്ക്. പക്ഷെ അതെല്ലാം തന്നെ ഇല്ലാതാക്കാൻ താൽക്കാലികമായി രക്ഷപ്പെടാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്കെതിരെയുള്ള പ്രൊപ്പഗാൻഡ മെഷീനറി വളരെ സ്ട്രോങ് ആയി കൃത്യമായി കള്ളങ്ങൾ അനുദിനം പൊളിച്ചടുക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ആ പൊളിച്ചടുക്കിക്കൊണ്ട് മുന്നോട്ട് പോയതിന് ഇപ്പോൾ ഇന്ത്യയിലൊരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ എന്ന് പറയുന്നത് CJP എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അവരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചു. അവരെ ഈ പറയുന്ന പോലെ പാകിസ്ഥാനിലാണ് അവരുടെ ഫോളോവേഴ്സ് എന്ന് വിളിച്ചു. ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ഗോദി മീഡിയ മുഴുവൻ നിരന്നിറങ്ങി എന്നിട്ടും അവരുടെ സമരങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചിട്ടും അവരെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവർ ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയുടെ ശക്തിയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അവർ വലിയ ശക്തിയായി മാറുന്നത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെയും ചരിത്രത്തിൽ ഇന്നേ വരെ ഇന്ത്യയുടെ കഴിഞ്ഞ 80 കൊല്ലത്തെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു വ്യവസ്ഥാപിത സംഘടനയോ സമരം ചെയ്യാതെ 39ാമത്തെ ദിവസം പേടിച്ച് പറച്ച് യഥാർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ കാഴ്ചയിൽ നിന്നുള്ള ധൈര്യം ഉൾക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ 6 മണിക്കൂർ 8 മണിക്കൂർ കുത്തിയിരുന്നപ്പോൾ FIR എടുക്കാൻ തയ്യാറായത്. ഞാൻ പറഞ്ഞു വന്നത് ഒരൊറ്റ കാര്യമാണ്. ഇതേപോലെയുള്ള കള്ളത്തരങ്ങൾ നിരന്തരമായി ഗോദി മീഡിയ എങ്ങനെയാണോ ഇന്ത്യയിൽ കെട്ടിച്ചമച്ചത് അതേപോലെ തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ VD സതീശ മേനോൻ ഭജൻസ് മീഡിയ എന്ത് ചെയ്യുന്നു? കേരളത്തെ കീഴടക്കിയിരിക്കുന്നു. ആ കീഴടക്കിയിരിക്കുന്ന മീഡിയക്കെതിരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ ചർച്ചകൾക്ക് പോലും വിളിക്കാൻ അവർക്ക് ഭയമാണ്. യഥാർത്ഥത്തിൽ ആ ഒരു കാര്യം അനുസ്യൂതം തുടരാം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ഇവർക്ക് അറിയാത്തൊരു കാര്യം, ഇവരൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഇവരുടെ ക്രെഡിബിലിറ്റിയൊക്കെ ഇല്ലാതാകുന്ന ഒരു കാലം അടുത്ത് തന്നെ വരും. അതാണ് ഇപ്പോൾ ഗോദി മീഡിയയിൽ കണ്ടത്. 2000 പേരെ ഏറ്റവും ആദ്യം ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ ഒരു മീഡിയയും അത് കവർ ചെയ്തില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചത്? എല്ലാ മീഡിയകൾക്കും കവർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം നിലനിൽപ്പും സ്വന്തം കാലിനടിയിലെ മണ്ണും ഒലിച്ചു പോകുന്ന കള്ളപ്രചരണങ്ങളുടെ ഘോഷയാത്രയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ അജിം ഷാദിനോട് പറഞ്ഞത്. ഒന്ന് ആലോചിച്ചൊക്കെ, പിണറായി വിജയൻ ഈ വാർത്താ സമ്മേളനത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞോ 20 കോടി രൂപ നിസ്സാര എമൗണ്ട് ആണെന്ന്? ആ 20 കോടി രൂപ, അതായത് അദ്ദേഹത്തിൻ്റെ മകൾ മുടക്കിയിട്ടുള്ള പണം അതൊരു 10 ലക്ഷം രൂപയാണ്. അതല്ലാതെ ഈ പറയുന്ന പോലെ മാസം 8 ലക്ഷം രൂപയാണ്. ഇതൊന്നും ഈ പറയുന്ന പോലെ ഒരു ബിസിനസ്സിൻ്റെ വലിയ എമൗണ്ടുകളല്ലല്ലോ എന്നുള്ള സൂചന നൽകിയതിന് ആ ഒരൊറ്റ വാക്കെടുത്തുകൊണ്ട് ഇവർ കോയിൻ ചെയ്യുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾക്ക് 20 കോടി രൂപ നിസ്സാരമായ പണമായി മാറി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ അസറ്റ് സമാഹരിച്ചിട്ടുണ്ടെന്നാണ്. എത്രമാത്രം അസംബന്ധമായ അബദ്ധജടിലമായ വാർത്തകളാണ്. ഇന്ന് പിണറായി വിജയൻ ചോദിച്ച ഏറ്റവും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന അതായത് മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറ്റം ചെയ്തു എന്ന വാർത്ത നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചത് മാമൻ മാത്യുവിനോടാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നൈതികത ഉറപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ധാർമ്മികത ബാലൻസ് ഉണ്ടെങ്കിൽ നാളെ പത്രങ്ങളിലെങ്കിലും മറുപടി പറയണം. ഇവരങ്ങനെ ഒരു മറുപടി പറയുന്ന ശീലമേ ഇല്ല. ഇവർക്ക് തോന്നിയതെല്ലാം എഴുതി വെക്കും. കുറച്ച് കഴിയുമ്പോൾ ആ കേസ് പൊളിയും. ആ കേസ് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവർ നഷ്ടപരിഹാരത്തിന് മുമ്പ് അവർക്ക് നഷ്ടപരിഹാരം കിട്ടും. ഒന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. ഒരു ഉദ്യോഗസ്ഥനും ഒന്നും നഷ്ടപ്പെടില്ല, മാധ്യമങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ചുമ്മാ ഇരുന്ന് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം കാണേണ്ടത്, ഈ ഇപ്പോൾ ചക്രപാണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പൊതുജനത്തിന് ബാധ്യതയാകുന്ന ഒന്നായിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കുക. തീർച്ചയായും അങ്ങനെ. കാരണം നിയമ നടപടിയൊക്കെ വികസിക്കുന്നൊരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ EDയുടെ പത്രക്കുറിപ്പൊക്കെ കാണിച്ചതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാം എങ്കിൽ പോലും. പക്ഷേ മാധ്യമങ്ങൾ കാട്ടുന്ന ഈ അധാർമികതയ്ക്കൊപ്പം കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനം കേരളത്തിലെടുക്കുന്ന നയം കൂടി പരാമർശിക്കേണ്ടേ ഈ വിഷയങ്ങളിൽ? അത് ആരാണ് അത് പരാമർശിക്കുന്നത്? ഇത് മാധ്യമങ്ങൾക്ക് വേണ്ടത് CPM-ന്റെ രക്തമാണ് എന്ന് അവർ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനെ അധികാരത്തിലുള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക് താലോടിച്ചങ്ങ് വിട്ടാ പോരാ അജിം ഷാദെ. ഇപ്പോ പിന്നെ ഈ ഒരു കാര്യം, LDF തോറ്റത് എന്തുകൊണ്ടാണ്?
എക്സാലോജിക്ക് പോലുള്ള വിഷയങ്ങളും പിണറായി വിജയന്റെ ധാർഷ്ട്യവുമാണ് അതിന് കാരണം എന്ന് എളുപ്പം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞല്ലോ അവര്. പക്ഷേ മഹാനായ EMS 1982 തന്നെ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. വലതുപക്ഷ ശക്തികൾ കേരളത്തിൽ ഒന്നിച്ചു നിന്നാൽ ഇടതുപക്ഷത്തിന് ഒരു കാലത്തും ജയിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മൈ ഫ്രണ്ട് ലൈൻ ഇയേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ വിശദമായി വ്യാഖ്യാനിക്കുന്നുണ്ട് അത്. ഇവിടെ ഇത്തവണ കണ്ടത് നമ്മളതാണല്ലോ, വലതുപക്ഷ ശക്തികളെല്ലാം കൂടെ ഏകോപിതമായി ആന്റി CPM ആന്റി LDF നിലപാട് സ്വീകരിക്കുകയും അതനുസരിച്ച് അവരുടെ ഗ്രൗണ്ട് ലെവൽ ഗ്രാസ് റൂട്ട് ലെവൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കണ്ടത്. അത് തന്നെയാണ് ആ വിജയത്തിന്റെ അടിസ്ഥാനം. അല്ല പിണറായി വിജയന് എക്സാലോജിക്കോ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുമെങ്കിലും ഇതാണ് പ്രചരിപ്പിക്കേണ്ടത്. മറ്റൊരു കാര്യം, എന്തുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഇവർ വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണല്ലോ മറ്റൊരു ചോദ്യം. ആര്? പിണറായി വിജയൻ വിശദീകരിക്കണം, വീണ വിജയൻ വിശദീകരിക്കണം, മുഹമ്മദ് റിയാസ് വിശദീകരിക്കണം. നല്ല കാര്യമായില്ലേ? ഈ ഇത്തരം ഒരു PMLA കേസിൽ ഈ PMLA കേസിന്റെ ഇപ്പൊ ഓരോ മെയ് 27 നടന്ന സെർച്ചിന്റെ കാര്യം ഓഗസ്റ്റ് 18 പത്രക്കുറിപ്പായിട്ട് അവർക്ക് സൗകര്യമുള്ള പോലെ ഇറക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ നിർത്തിവെച്ചോണ്ടാണല്ലോ 85 ലക്ഷം രൂപ അങ്ങോട്ട് അയച്ചു. ആരയച്ചു? അത് പറയുന്നില്ല. ആർക്ക് കിട്ടി? അത് പറയുന്നില്ല. 20 കോടി രൂപയുടെ അനധികൃത സമ്പാദ്യം ഉണ്ടായി എന്ന് പറയുന്നു. വീണയ്ക്ക് അനധികൃത സമ്പാദ്യം 20 കോടി രൂപയുടെ ഉണ്ടെന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രസ് റിലീസിൽ അത്രയൊരു പ്രസ്താവന നടത്തുന്നത്? എന്തെങ്കിലും ഉണ്ടോ? അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് പറയാനുണ്ടോ? തീർച്ചയായും സമയപരിമിതികളോടാണ് ഇടപെടുന്നത്. ഒരു മിനിറ്റ് കൂടി. ശ്രീ D. സുരേഷ് കുമാർ, ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും എതിരിട്ട് തോൽപ്പിക്കാം, ആത്യന്തികമായ ജയമുണ്ടാകാം. പക്ഷേ ഈ അജണ്ടകൾ, നുണ അജണ്ടകൾ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, അതിനെക്കൂടി മറികടക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ വേണം, വളരെ ശക്തമായ ഇടപെടൽ വേണം എന്നുള്ളത് കൂടി ഇവിടെ ഉയർന്നു വരുന്നു ചർച്ചയിൽ. നുണ അജണ്ടകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുമെന്നുള്ള കാര്യത്തിലൊരു തർക്കവുമില്ല. അതിനകത്തൊരു ഉദാഹരണം മാത്രം പറഞ്ഞു, ഒറ്റ മിനിറ്റ് കൊണ്ടൊരു ഉദാഹരണം പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സമുന്നതനായ നേതാവ്, പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കോടിയേരിയുടെ മകൻ സഖാവ് ബിനീഷ്, അതിൻ്റെയൊക്കെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന സുഹൃത്തു കൂടെയാണ്. 1 വർഷക്കാലത്തിലധികമാണ് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചത്. എന്തൊക്കെ കള്ള പ്രചാരവേലയാണ് കേരളത്തിൽ നടത്തിയത്. അവസാനം ആ കേസ് കോഷ് ചെയ്ത് പോകുമ്പോൾ ആ കേസിൽ അദ്ദേഹം പ്രതിയല്ല, ഒരു സംശയം പോലും, ഒരു അപരാധം പോലും അദ്ദേഹത്തിന് മേൽ കുറ്റമായി കെട്ടിവെക്കാനില്ലാതെ നിരുപാധികം കോടതി വിട്ടയക്കുമ്പോൾ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഉടനെ ഉൾട്ടയടിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഇരവാദവുമായി CPIM-നെതിരെ നീങ്ങാനുള്ള സാധ്യതകൾ തുറക്കുകയാണ്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല ബിനീഷിൽ നിന്ന് എന്തെങ്കിലും, ബിനീഷ് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ബിനീഷിൽ നിന്ന് ഒന്നും കിട്ടില്ല. ബിനീഷിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള നിലയിലുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇനിയെങ്കിലും മനുഷ്യരാവുക എന്നുള്ളതാണ് വലതുപക്ഷ മാധ്യമങ്ങളിലെ ഏതാനും ചില പ്രവർത്തകരോട് പറയാനുള്ളത്. ഇനിയെങ്കിലും നിങ്ങൾ മനുഷ്യരാവുക. ആത്യന്തികമായി മനുഷ്യത്വത്തിന് മാത്രമേ ഇവിടെ ജയമുണ്ടാവുകയുള്ളൂ. ബിനീഷ് 1 വർഷക്കാലത്തിലധികം ജയിൽവാസം അനുഭവിച്ചത്, ആ വേദനയിൽ വെന്തുരുകി രോഗിയായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി മരണപ്പെട്ടത് ഒക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. ആ വസ്തുതകളെയാണ്, അത് വീണ്ടും CPM-നകത്ത് ആവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ്. അന്ന് സ്വാഭാവികമായും പിണറായി എന്ന് പറയുന്ന CPM-ൻ്റെ ഏറ്റവും കരുത്തനായ നേതാവിന് എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു ശക്തിക്ഷയം സംഭവിക്കുകയാണെങ്കിൽ വീണ ഈ നാട്ടിലെ ഏറ്റവും പവിത്രവൽക്കരിക്കപ്പെട്ട ഒരു നേതാവിൻ്റെ മകളായി മാറുന്ന കാലം അതിവിദൂരമല്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മം അധാർമികമാണ്. ചില മാധ്യമങ്ങൾ ആ തെറ്റ് തിരുത്താൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഓർമ്മശക്തിയെ പരിഹസിച്ച് നിങ്ങൾക്ക് ചെറിയ കാലങ്ങൾ കടന്നു പോകാനാകും. എബ്രഹാം ലിങ്കൺ പറഞ്ഞതുപോലെ എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ച് നിങ്ങൾക്ക് കടന്നു പോകാനാകില്ല. അത് ED ആയാലും വലതുപക്ഷ മാധ്യമങ്ങളായാലും ചെവിയിൽ നിന്നുള്ളി ഓർക്കുക. ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ഇനി ന്യൂസ് ആൻഡ് വ്യൂസോടെ പൂർണ്ണമാകുന്നു.